Good morning students. എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് സെമ്മിലെ പുതിയ ടോപ്പിക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അല്ലേ. അടുത്ത സെം ഫോർത്ത് സെമ്മിലെ ഒരു ബുക്കാണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്, സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഫോർത്ത് സെമ്മിൽ നമുക്ക് പഠിക്കാനുള്ള ബുക്കുകൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞ ഒരു ബുക്കാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സെമ്മിൽ നിങ്ങൾ BNS പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ് അല്ലെ, BNS ന്യൂമറിക്കൽ സ്കിൽ അല്ലേ, ബേസിക് ന്യൂമറിക്കൽ സ്കില്ല് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ നിന്നും വളരെയധികം വ്യത്യാസപ്പെട്ടതാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ വളരെയധികം സിമ്പിളാണ്, അധികം ഒന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിക്കുന്ന ടൂൾസ്. അപ്പോൾ കഴിഞ്ഞ സെമ്മിൽ ബേസിക് ന്യൂമറിക്കൽ സ്കില്ലിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഏതൊക്കെയായിരുന്നു? കുറച്ച് സ്റ്റാറ്റി പാർട്ടും കുറച്ച് മാത്സ് പാർട്ടുമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ വളരെ സിമ്പിളായിരുന്നു അല്ലേ. മീൻ, മീഡിയൻ, മോഡ്, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, അങ്ങനെയൊക്കെ വരുന്ന ടോപ്പിക്കുകൾ അല്ലേ, നമ്മൾ സ്കൂൾ ലെവലിലൊക്കെ പഠിച്ച ടോപ്പിക്കുകൾ തന്നെയാണ്. അതിൻ്റെ കുറച്ചും കൂടിയും വൈഡായിട്ടുണ്ടെങ്കിൽ മാത്രം അത് വളരെ സിമ്പിളായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നിന്നും മാറി കുറച്ചും കൂടിയും ബുദ്ധിമുട്ടാണ് ഇത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ പറയുന്ന ചാപ്റ്ററുകൾ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ ഈ ഫോർത്ത് സെമ്മിൽ ഒരു പേപ്പറാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അതിൽ വരുന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് എന്നുള്ള ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് കണക്കിലോട്ട് കടക്കാം. നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് പഠിക്കാം. അപ്പം നമുക്കതിൽ ഏതൊക്കെയാണ് പഠിക്കാനുള്ളത്, ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നുള്ളതിൽ നമുക്ക് ഏതൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളതാണ് ഞാൻ കണ്ടൻറ്റ്, ഏതൊക്കെയാണ് നമ്മുടെ സിലബസിൽ നമുക്ക് വരുന്ന കണ്ടൻറ്റായിട്ട് നമുക്ക് സിലബസിൽ വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഞാനിവിടെ ആദ്യം പറയുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, പിന്നെ മീനിങ്, ഡെഫിനിഷൻ, അതിൻ്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, യൂസസ്, അതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഫുള്ള് തിയറിയാണ്. വാട്ട് ഈസ് മെൻറ്റ് ബൈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, വാട്ട് ആർ ദി മെറിറ്റ്സ് എന്തൊക്കെയാണ്, വാട്ട് ആർ ദി ഡിമെറിറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനത്തെ ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അതാണ്. ആദ്യം തന്നെ ഞാൻ ആ ബുക്കിൻ്റെ പേരൊന്ന് എഴുതി വയ്ക്കാം, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല, അപ്പോൾ അത് കാരണം ഞാനൊന്ന് എഴുതി വയ്ക്കാം, ശ്രദ്ധിക്കുക. S4 നമുക്ക് പഠിക്കാനുള്ള ബുക്കിൻ്റെ പേര് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. ഇതാണ് നമ്മുടെ ബുക്കിൻ്റെ പേര്. നമുക്ക് പഠിക്കാനുള്ളത് S4 Bcomലെ ഒരു ബുക്കാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറാണ്. ആ പേപ്പർ അതാണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ഓരോ മൊഡ്യൂളുകളായിട്ട് ആകെ മൊത്തം നമുക്ക് പഠിക്കാനുള്ള അധികമൊന്നുമില്ല, ആകെ 5 മൊഡ്യൂൾസാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ആ 5 മൊഡ്യൂൾസിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വാട്ട് ഈസ് മെൻറ്റ് ബൈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്താണ്, അതിൻ്റെ മീനിങ്, സ്കോപ്പ്, ലിമിറ്റേഷൻസ്, യൂസസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, അങ്ങനെ പറയുന്ന ടോപ്പിക്കാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. പിന്നെ സെക്കൻഡ് ചാപ്റ്ററായിട്ട് നമുക്ക് പഠിക്കാം. ആദ്യത്തെ ചാപ്റ്ററിൽ ഫുൾ തിയറിയാണ് അല്ലേ, എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, അതിൻ്റെ മീനിങ്, സ്കോപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. സെക്കൻഡ് ചാപ്റ്ററായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് മൊഡ്യൂളായിട്ട് പറയുന്നത് കോറിലേഷൻ, റിഗ്രഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. കോറിലേഷൻ എന്താണ്, റിഗ്രഷൻ അനാലിസിസ്, കോറിലേഷൻ അനാലിസിസ് ആൻഡ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്ററായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്, ഇൻട്രൊഡക്ഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. അപ്പോൾ ഈ ചാപ്റ്ററുകളെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂളായിട്ട് ഇൻട്രൊഡക്ഷൻ ഓഫ് quantitative techniques. Introduction of quantitative techniques. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ. ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്, അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, അതിൻ്റെ മെറിറ്റ്സ്, ലിമിറ്റേഷൻസ്, യൂസസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. ഇനി സെക്കൻഡ് ചാപ്റ്ററായിട്ട് നമ്മൾ പഠിക്കുന്നത് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, കോറിലേഷൻ and regression analysis.
റിഗ്രഷൻ അനാലിസിസ്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത് കോറിലേഷനും റിഗ്രഷനുമാണ് പഠിക്കാനുള്ളത്. എന്താ കോറിലേഷൻ? കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് മെൻ ബൈ കോറിലേഷൻ? അപ്പോൾ ജസ്റ്റ് ടോപ്പിക്ക് തുടങ്ങുമ്പോൾ ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഓരോ ചാപ്റ്ററിനെ പറ്റി പറയുന്നു എന്ന് മാത്രം. അപ്പോൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോറിലേഷൻ റെഫേഴ്സ് ടു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾ. രണ്ട് വേരിയബിൾസ് ഉണ്ടായിരിക്കും അല്ലേ? എക്സിനെ നമുക്ക് ഒരു വേരിയബിളായി എടുക്കാം, വൈനെ വേറൊരു വേരിയബിളായിട്ട് എടുക്കാം അല്ലേ? അവ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോറിലേഷൻ റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് കോറിലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ആ ടോപ്പിക്ക് എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് റിഗ്രഷൻ അനാലിസിസ് ആണ്. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അറിയാം, ഒന്നിൻ്റെ വാല്യൂ അറിയാം, അതിൽ നിന്ന് മറ്റേതിൻ്റെ വാല്യൂ എന്താണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുകയോ പ്രെഡിക്റ്റ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിഗ്രഷൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ എന്താണ് റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ? നമുക്ക് എക്സ് വൈ, അതേമാതിരി തന്നെ എക്സ് വാരിയബിളും വൈ വാരിയബിളും തന്നെയാണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ അറിഞ്ഞു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ ഇന്നതാണ് എന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? എസ്റ്റിമേഷൻ ആൻഡ് പ്രഡിക്ഷൻ ഓഫ് അൺനോൺ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഫ്രം ദി നോൺ വാല്യൂ ഓഫ് അതർ വേരിയബിൾ, അതിനെയാണ് നമ്മൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിഗ്രഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? എസ്റ്റിമേഷൻ ഓർ പ്രഡിക്ഷൻ ഓഫ് അൺനോൺ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഫ്രം ദി നോൺ വാല്യൂ ഓഫ് അതർ വേരിയബിൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോറിലേഷൻ റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നതാണ് സെക്കൻഡ് ചാപ്റ്റർ. അപ്പോൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോറിലേഷൻ റെഫേഴ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്. വളരെ സിമ്പിളാണ്, ബുദ്ധിമുട്ട് നമുക്കില്ല, സിമ്പിളായിട്ട് പഠിക്കാം അല്ലേ? അപ്പോൾ കോറിലേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനും, കാൾ പിയേഴ്സൻ്റെ കോറിലേഷൻ, അതേമാതിരി സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ, അങ്ങനെ രണ്ടെണ്ണമാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. പിന്നെ കോറിലേഷനിൽ റിഗ്രഷൻ ഇക്വേഷൻസുമാണ് എക്സ് ഓൺ വൈ, വൈ ഓൺ എക്സ്, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ എന്താണെന്ന് അറിയില്ലെങ്കിലും പറയാം, ഓരോന്നോരോന്നായിട്ട് പറയാം. അപ്പോൾ അതാണ് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളായിട്ട് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് എന്നാണ് പറയുന്നത്. തേർഡ് മൊഡ്യൂൾ, ഇനി തേർഡായിട്ട് പറയുന്നത് പ്രോബബിലിറ്റിയാണ് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് മൊഡ്യൂളായിട്ട് പറയുന്നത് പ്രോബബിലിറ്റി. തേർഡിൽ വരുന്നത് പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്ററാണ് വരുന്നത്. തേർഡായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്രോബബിലിറ്റി. അപ്പോൾ എന്താ? വാട്ട് ഈസ് മെൻ ബൈ പ്രോബബിലിറ്റി? പ്രോബബിലിറ്റിയുടെ കുറേ ടോപ്പിക്കുകളുണ്ട്. അതപ്പോൾ ഞാൻ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ഓരോ ചാപ്റ്ററിനെ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുക, അത്രമാത്രമാണ്. ഫസ്റ്റ് ക്ലാസ് അല്ലേ, അപ്പോൾ അതിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ തേർഡ് മൊഡ്യൂളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പ്രോബബിലിറ്റിയാണ്. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിബിലിറ്റി ഓഫ് ദി ഒക്കുറൻസ് ഓഫ് അൺസേർട്ടൺ ഇവൻറ്റ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രോബബിലിറ്റി എന്ന് പറയാം. പ്രോബബിലിറ്റി മീൻസ് ദി പോസിബിലിറ്റി ഓഫ് ദി ഒക്കുറൻസ് ഓഫ് അൺസേർട്ടൺ ഇവൻറ്റ്, അതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്രോബബിലിറ്റിയാണ്. ഇപ്പം നമ്മളൊരു കോയിൻ എടുത്തു, ആ കോയിൻ എടുത്ത് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡാണോ കിട്ടുക ടെയിലാണോ കിട്ടുക എന്ന് മുന്നേ പറയാൻ വേണ്ടി സാധിക്കുകയില്ല. അങ്ങനെയാണ് പോസിബിലിറ്റി ഓഫ് ദി ഒക്കുറൻസ് ഓഫ് അൺസേർട്ടൺ ഇവൻറ്റ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാ വെച്ചെങ്കിലേ, പ്രോബബിലിറ്റിയിൽ കുറേ തിയറംസ് വരുന്നുണ്ട്. അഡീഷൻ തിയറം, മൾട്ടിപ്ലിക്കേഷൻ തിയറം, ബേയിസ് തിയറം, അങ്ങനെയൊക്കെ വരുന്നതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതുമായി കണക്റ്റഡ് ആണ്, തേർഡ് ചാപ്റ്ററുമായി കണക്റ്റഡ് ആയിട്ടുള്ള തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതാണ് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് ഇവിടെ പഠിക്കാനുള്ളത്. ഇതിൽ പറയുന്നത് ഏതൊക്കെയാ വെച്ചെങ്കിൽ, തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ഏതൊക്കെയാണ്? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. പിന്നെ ഫിഫ്ത്ത് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഫിഫ്ത്ത് ചാപ്റ്റർ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഹൈപ്പോത്തിസിസ്.
ഹൈപ്പോത്തിസിസ്. ഇത്രയും ചാപ്റ്ററുകളാണ് നമുക്ക് ഈ ഇതിൽ പഠിക്കാനുള്ളത്. ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നുള്ള ഈ ബുക്കിൽ നമുക്ക് പഠിക്കാനുള്ളതായിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് നോക്കൂ. ഏതൊക്കെയാണ് നമ്മൾ പറയുന്നത്? നമുക്കതിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നുള്ളൊരു ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 5 മൊഡ്യൂളുകളാണുള്ളത്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്. തേർഡ് വൺ പ്രോബബിലിറ്റി. ഫോർത്ത് വൺ തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഫിഫ്ത്ത് വൺ ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസിലാണ് കൈ സ്ക്വയർ ടെസ്റ്റ്, അനാലിസിസ് ഓഫ് വാരിയൻസ്, അങ്ങനെയൊക്കെ വരുന്ന ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിനെ പറ്റി ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഈ 4th സെമ്മിൽ ഏതൊക്കെ പേപ്പറുകളാണ് പഠിക്കാനുള്ളത് വെച്ചെങ്കിൽ ജനറൽ ഐഡിയ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് പഠിക്കാനുള്ള പേപ്പറുകൾ മുന്നേ ടീച്ചേഴ്സ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, എന്നാലും ഞാൻ പറയാം. നിങ്ങൾക്ക് പഠിക്കാനുള്ള ബുക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ഫസ്റ്റ് വൺ ഇ ഡി പി എന്ന് പറഞ്ഞാൽ എൻ്റർപ്രണറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നതാണ് ഫസ്റ്റ്. എൻ്റർപ്രണറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഉണ്ട്. പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്. അങ്ങനെ 5 എണ്ണമാണ് നമുക്ക് ഈ സെമ്മിൽ പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ സെമ്മിൽ നമുക്ക് പഠിക്കാനുള്ള ബുക്കുകൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്? എൻ്റർപ്രണറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇ ഡി പി എന്നാണ് അതിനെ ഷോർട്ടായിട്ട് പറയുന്നത്. എൻ്റർപ്രണറിയൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്ക്. നെക്സ്റ്റ് വൺ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ കോർപ്പറേറ്റ് റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണ് ഉള്ളത്. പിന്നെ ഉള്ളത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്. ഇങ്ങനെ 5 ബുക്കുകളാണ് നമുക്ക് ഈ സെമ്മിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ആ സെമ്മിൽ ഇപ്പം ഞാൻ എടുക്കുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആണ് കേട്ടോ. അപ്പോൾ ആ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ 5 മൊഡ്യൂളുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് പ്രോബ്ലം എടുത്തിട്ട് തിയറി ഭാഗത്തോട്ട് പോവാം. ആദ്യത്തെ ചാപ്റ്ററായിട്ട് ഇപ്പം ഞാനിവിടെ തുടങ്ങാൻ പോകുന്നത് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് എന്നുള്ള ചാപ്റ്ററാണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. ശ്രദ്ധിക്കുക. കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്. കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് എന്നുള്ള ചാപ്റ്ററാണ് ഞാൻ ആദ്യം എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ എടുക്കുന്നത് സെക്കൻഡ് മൊഡ്യൂളാണ്. നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. ഇനി അതിൽ കുറച്ച് തിയറി പാർട്ടുണ്ട്. ഫസ്റ്റ് ഭാഗമൊക്കെ തിയറി ഉണ്ട്. അത് ആദ്യം എടുത്തിട്ട് നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. ശ്രദ്ധിക്കുക. അപ്പോൾ വാട്ട് ഈസ് മെൻ ബൈ കോറിലേഷൻ എന്നുള്ളതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കോറിലേഷൻ റെഫേഴ്സ് ടു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾ. 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ഡെഫിനിഷൻ പറയാം. ബൗളി എന്ന് പറഞ്ഞ ഒരാൾ കോറിലേഷനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? അപ്പോൾ അതിൽ പറയുന്നത് എന്താ വെച്ചെങ്കിൽ വെൻ 2 ക്വാണ്ടിറ്റീസ്, 2 ക്വാണ്ടിറ്റീസ് ആർ സോ റിലേറ്റഡ് ദാറ്റ്, 2 ക്വാണ്ടിറ്റീസ് റിലേറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് 1 വേരിയബിൾ ലെഡ്സ് ടു ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് അതർ വേരിയബിൾ. ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് 1 വേരിയബിൾ ലെഡ്സ് ടു ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് അതർ വേരിയബിൾ അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ഇൻ 1 റിസൾട്ട് ഇൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ഇൻ അനദർ. അപ്പോൾ ദർഫോർ വി കോൾ ദേ ആർ കോറിലേറ്റഡ്. എന്താ ഇപ്പോൾ പറഞ്ഞേ? അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ബൗളി എങ്ങനെയാണ് കോറിലേഷനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അല്ലേ. ബൗളി ഡിഫൈൻസ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ when 2 quantities are so related that, 2 quantities related ആണ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് 1 വേരിയബിൾ, ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ടു ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് അതർ വേരിയബിൾ, മറ്റേ വേരിയബിളിൻ്റെയും വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് 1 വേരിയബിൾ, ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ടു ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് അതർ വേരിയബിൾ. മനസ്സിലാവുന്നുണ്ടോ?
ഒന്നിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു, ഇത്രയേ ഉള്ളൂ. ഒന്നിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ മറ്റതിൻ്റെ വാല്യൂവും ഇൻക്രീസ് ചെയ്തു. ഒന്നിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ മറ്റതിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്തു. ദ മാഗ്നിറ്റ്യൂഡ് വലിപ്പം അല്ലേ, ചേഞ്ച് ഇൻ വൺ, ഒന്നിൻ്റെ വലിപ്പത്തിൽ ചേഞ്ച് വന്നാൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ചേഞ്ച് ഇൻ അനദർ, മറ്റേതിൻ്റെ വലിപ്പത്തിലും ചേഞ്ച് വരുന്നു അല്ലേ. അപ്പോൾ ദെർഫോർ ദി ക്വാണ്ടിറ്റീസ് ആർ ഹെൽഡ് ടു ബി, അതിനെ നമുക്ക് എന്ത് പറയാം, പരസ്പരം കോറിലേറ്റഡ് ആണ് എന്ന് പറയാം. അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വാട്ട് ഈസ് മെൻ ബൈ കോറിലേഷൻ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കോറിലേഷൻ റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്, രണ്ട് വേരിയബിൾസ്, എക്സ് വേരിയബിൾ വൈ വേരിയബിൾ, അതിനെയാണ് കോറിലേഷൻ എന്ന് പറയാം. ഇനി കോറിലേഷനെ നമ്മൾ ബൗളി ഡിഫൈൻ കോറിലേഷൻ ആസ് ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ലെഡ്സ് ടു ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അതർ വേരിയബിൾ അല്ലേ. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ലെഡ്സ് ടു ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അതർ വേരിയബിൾ അല്ലേ. The magnitude of change in one leads to magnitude of change in another. The quantity, the variables are held to be, ആ വേരിയബിൾസിനെ നമുക്ക് എന്ത് പറയാം, പരസ്പരം കോറിലേറ്റഡ് ആണെന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് വൺ നിങ്ങൾ പഠിക്കേണ്ടത് ഏതാണ്, ഡെഫിനിഷൻ ഓഫ് കോറിലേഷൻ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോറിലേഷൻ ആണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് വ്യത്യസ്ത തരത്തിൽ കോറിലേഷനെ നമ്മൾ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോറിലേഷൻ ആണ് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കായിട്ട് പറയാനുള്ളത്. ആ കോറിലേഷനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് പോസിറ്റീവ് ഓർ നെഗറ്റീവ് കോറിലേഷൻ, നെക്സ്റ്റ് വൺ ലീനിയർ ഓർ നോൺ ലീനിയർ കോറിലേഷൻ, മൂന്നാമത്തെ സിമ്പിൾ പാർഷ്യൽ മൾട്ടിപ്പിൾ കോറിലേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്, പോസിറ്റീവ് ഓർ നെഗറ്റീവ് കോറിലേഷൻ, ഫസ്റ്റ് വൺ പോസിറ്റീവ് ഓർ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്, ലീനിയർ ഓർ നോൺ ലീനിയർ കോറിലേഷൻ, നെക്സ്റ്റ് വൺ സിമ്പിൾ പാർഷ്യൽ ഓർ മൾട്ടിപ്പിൾ കോറിലേഷൻ. അങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ കോറിലേഷനെ ഡിഫൈൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ പോസിറ്റീവ് കോറിലേഷൻ. പോസിറ്റീവ് കോറിലേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ വൺ വേരിയബിൾ. അപ്പോൾ ഒരു ലെറ്റ്സ് ടു ചേഞ്ച് ഇൻ അനദർ വേരിയബിൾ, അതാണ് കോറിലേഷൻ. നമുക്കറിയാം ഈ എല്ലാതും മൂവ് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ എന്താ വെച്ചെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂവും ഇൻക്രീസ് ചെയ്യുന്നു, എക്സിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂവും ഡിക്രീസ് ചെയ്യുന്നു. അങ്ങനെ വാല്യൂസ് ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നു. അപ്പം നമുക്കറിയാം 2 വേരിയബിൾസ് ആണുള്ളത് അല്ലേ. അപ്പോൾ ആ 2 വേരിയബിൾസിൻ്റെ വാല്യൂസ് മൂവ് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലാണെങ്കിൽ അതിനെ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നു. അപ്പം നോക്കുക, കോറിലേഷൻ മേ ബി 2 ടൈപ്സ്. ഏതൊക്കെയാണ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്, രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് പോസിറ്റീവ് കോറിലേഷനുമുണ്ട്, നെഗറ്റീവ് കോറിലേഷനുമുണ്ട് അല്ലേ. when the values of two variable move in the same direction, ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത് അല്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ when the values of two variables move in the same direction is called positive correlation. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ. when the values of two variable move in the opposite direction, ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം, ഒന്നിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റതിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു, ഒന്നിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ മറ്റതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ വ്യത്യസ്ത ഡയറക്ഷനിലാണ് അത് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു കോറിലേഷൻ മേ ബി 2 ടൈപ്സ്, രണ്ട് തരത്തിലാണ് കോറിലേഷൻ ഉള്ളത്, പോസിറ്റീവ് കോറിലേഷനും നെഗറ്റീവ് കോറിലേഷനും. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് വേരിയബിൾസ് മൂവ് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ പോസിറ്റീവ് കോറിലേഷൻ എന്നും, വ്യത്യസ്ത ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, നെഗറ്റീവ് കോറിലേഷൻ എന്നും പറയുന്നു. നെക്സ്റ്റ് വൺ ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ അല്ലേ. ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞാലേ ഈ വേരിയബിൾസ് മൂവ് ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് റേഷ്യോയിലാണെങ്കിൽ, ഒരേ റേഷ്യോയിൽ തന്നെയാണ് ചേഞ്ച് സംഭവിക്കുന്നതെങ്കിൽ അതിനെ ലീനിയർ എന്നും, കോൺസ്റ്റൻറ്റ് റേഷ്യോയിൽ അല്ലെങ്കിൽ അതിനെ നോൺ ലീനിയർ എന്നും പറയുന്നു. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ചേഞ്ച് ഇൻ വേരിയബിൾ ലെഡ്സ് ടു കോൺസ്റ്റൻറ്റ് റേഷ്യോ, ഒരേ റേഷ്യോയിൽ തന്നെയാണ് ഈ വേരിയബിൾസിന് ചേഞ്ച് സംഭവിക്കുന്നതെങ്കിൽ അതിനെ ലീനിയർ കോറിലേഷൻ എന്നും, അതല്ല കോൺസ്റ്റൻറ്റ് റേഷ്യോയിലല്ലെങ്കിൽ അതിനെയാണ് നമ്മളിത് പറയുന്നത് നോൺ ലീനിയർ കോറിലേഷൻ എന്നും പറയുന്നത്. നെക്സ്റ്റ് വൺ സിമ്പിൾ പാർഷ്യൽ ഓർ മൾട്ടിപ്പിൾ കോറിലേഷൻ എന്നുള്ളതാണ് പറയുന്നത്.
അപ്പോൾ സിമ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സിമ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, സിമ്പിൾ അല്ലേ. എക്സും വൈയും രണ്ട് വേരിയബിൾസ് അല്ലേ, അവ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പഠിക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? സിമ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നു. ഇനി അടുത്തതാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ വെൻ വൺ വേരിയബിൾ ഈസ് റിലേറ്റഡ് ടു നമ്പർ ഓഫ് അതേഴ്സ് അല്ലേ. കോറിലേഷൻ ഒരു വേരിയബിൾ ഒന്നിനെ മാത്രമല്ല കുറേ എണ്ണത്തിനെ റിലേറ്റഡ് ആയി വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. ഇൻ മൾട്ടിപ്പിൾ കോറിലേഷൻ വി മെഷർ ദി ഡിഗ്രി ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ വൺ വേരിയബിൾ ഓൺ വൺ സൈഡ് ഓൾ ദി അതർ വേരിയബിൾ ടുഗദർ ഓൺ ദി അതർ സൈഡ്. ഒരു വേരിയബിൾ ഒരു സൈഡിലും ബാക്കി എല്ലാ വേരിയബിളും അതർ സൈഡിലും. നമുക്ക് എന്ത് പറയാം? ദിസ് ദി റിലേഷൻഷിപ്പ് ബിൽഡ് ബിറ്റ്വീൻ ഈൽഡ് വിത്ത് ബോത്ത് റെയിൻഫോൾ ആൻഡ് ടെമ്പർ. ഈൽഡ് എന്ന് പറയുന്നത് വൺ വേരിയബിൾ. ഈൽഡ് എങ്ങനെയൊക്കെ വരുന്നു? റെയിൻഫോൾ വരുമ്പോഴും ടെമ്പറേച്ചർ വരുമ്പോഴും എങ്ങനെയാണ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ അതാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത് വൺ വേരിയബിൾ ഓൺ വൺ സൈഡ് ഓൾ ദി അതർ വേരിയബിൾ ഓൺ അതർ സൈഡ്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് നമുക്ക് ഈൽഡ്, അത് റെയിൻഫോൾ വരുമ്പോഴും ടെമ്പറേച്ചർ വരുമ്പോഴും എങ്ങനെയാണ് ഈൽഡ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അല്ലേ. അതാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ സിമ്പിൾ കോറിലേഷൻ ആണ് പറഞ്ഞത്. സിമ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? സിമ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നു. മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത്? വൺ വേരിയബിൾ ഓൺ വൺ സൈഡ് ഓൾ ദി അതർ വേരിയബിൾ ടുഗദർ ഓൺ അതർ സൈഡ്. അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. വെൻ വൺ വേരിയബിൾ ഈസ് റിലേറ്റഡ് ടു നമ്പർ, ഒന്ന് മറ്റതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈൽഡ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? റെയിൻഫാളിനെയും ടെമ്പറേച്ചറിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് പാർഷ്യൽ കോറിലേഷൻ ആണ് പറയുന്നത്. പാർഷ്യൽ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വൺ വേരിയബിൾ വിത്ത് വൺ ഓഫ് ദി അതർ വേരിയബിൾ. ഒന്നിൽ നിന്ന് വൺ വേരിയബിൾ വിത്ത് വൺ ഓഫ് ദി അതർ വേരിയബിൾ. ഫോർ എക്സാമ്പിൾ നമ്മളിവർക്ക് എക്സാമ്പിളായിട്ട് പറയാം, 3 വേരിയബിൾസ് ഈൽഡ്, റെയിൻഫോൾ, ടെമ്പറേച്ചർ ഈച്ച് ഈസ് റിലേറ്റഡ് വിത്ത് അനദർ. പരസ്പരം മൂന്നും റിലേറ്റഡ് ആണ്. അപ്പോൾ എന്താ പറയുന്നത്? ഈസ് ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ഓഫ് വൺ വേരിയബിൾ വിത്ത് വൺ ഓഫ് ദി അതർ വേരിയബിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമുക്ക് പറയാം, ലെറ്റ് ദർ ബി 3 വേരിയബിൾസ് ഈൽഡ്, റെയിൻഫോൾ ആൻഡ് ടെമ്പറേച്ചർ ഈച്ച് റിലേറ്റഡ് വിത്ത് അതർ. ദെൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഈൽഡ് ആൻഡ് റെയിൻഫോൾ ഈസ് എ പാർഷ്യൽ കോറിലേഷൻ. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് പറയുന്നത്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോറിലേഷൻ. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? കോറിലേഷൻ റെഫേഴ്സ് ടു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾ. രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. 3 തരത്തിലാണ് അതുള്ളത്. പോസിറ്റീവ് ഓർ നെഗറ്റീവ്, പിന്നെ ഏതാ പറഞ്ഞത്? രണ്ടാമത്തെ ലീനിയർ ആൻഡ് നോൺ ലീനിയർ, സിമ്പിൾ, മൾട്ടിപ്പിൾ ഓർ പാർഷ്യൽ കോറിലേഷൻ അല്ലേ. അപ്പോൾ ഫസ്റ്റ് പറയാം, ഒന്നുകൂടിയും പറയാം. ആദ്യത്തെ പോസിറ്റീവ് കോറിലേഷൻ പറഞ്ഞാൽ 2 വേരിയബിൾസ് മൂവ് ഇൻ ദി സെയിം ഡയറക്ഷൻ. ഒന്നിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, ഒന്നിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുമ്പോൾ മറ്റതിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ മൂവ് ഇൻ ദി സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇനി ദേ ആർ മൂവ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അതിനെ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ ആണ് പറഞ്ഞത് അല്ലേ. ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് റേഷ്യോയിലാണ് ചേഞ്ച് ഉണ്ടാവുന്നതെങ്കിൽ ലീനിയർ എന്നും, കോൺസ്റ്റൻറ്റ് റേഷ്യോയിൽ അല്ലെങ്കിൽ അതിനെ നോൺ ലീനിയർ കോറിലേഷൻ എന്നും പറയുന്നു. നെക്സ്റ്റ് വൺ സിമ്പിൾ കോറിലേഷൻ, മൾട്ടിപ്പിൾ ആൻഡ് പാർഷ്യൽ കോറിലേഷൻ അല്ലേ. സിമ്പിൾ കോറിലേഷൻ പറഞ്ഞാൽ 2 വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി പഠിക്കുന്നതിനെ സിമ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നു. മൾട്ടിപ്പിൾ കോറിലേഷൻ പറഞ്ഞാൽ 1 വേരിയബിൾ ഓൺ വൺ സൈഡ് ഓർ അതർ വേരിയബിൾ ടുഗദർ ഓൺ ദി അതർ സൈഡ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. പാർഷ്യൽ കോറിലേഷൻ പറഞ്ഞാൽ 1 വേരിയബിൾ വിത്ത് വൺ ഓഫ് ദി അതർ വേരിയബിൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റഡി ഓഫ് 1 വേരിയബിൾ വിത്ത് വൺ ഓഫ് ദി അതർ വേരിയബിൾ, അതിനെയാണ് നമ്മൾ പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമ്മൾ മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ മെത്തേഡ്സ് എങ്ങനെയൊക്കെയാണ്? സ്കാറ്റർ ഡയഗ്രാം, നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു, ആ ഗ്രാഫ് വരച്ചിട്ട് അത് പ്ലോട്ട് ചെയ്യുക. അതെന്താണെന്ന് വെറുതെ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, അത്രയേ വേണ്ടൂ. സ്കാറ്റർ ഡയഗ്രാം ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ കോറിലേഷൻ ഗ്രാഫ് ഉണ്ട്. നമുക്കിതിൽ പഠിക്കാനുള്ളത് കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ് നമുക്ക് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷനിൽ പഠിക്കാനുള്ളത് കേട്ടോ. കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ.
കോയിഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷൻ. കോയിഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷൻ ആണ് നമുക്ക് ഇത് 3 എണ്ണമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഫസ്റ്റ് വൺ കാൾ പിയേഴ്സൺസ് coefficient of correlation, coefficient of Karl Pearson's coefficient of correlation, Karl Pearson's coefficient of correlation ഒന്നാമത്തെ. പിന്നെ 2 Spearman's method, Spearman's method. 3 മൂന്നാമത്തെയാണ് concurrent deviation method, concurrent deviation method. ഈ 3 എണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ കോറിലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് കഴിയും. ഈ 3 മെത്തേഡിലുള്ള കണക്കുകളാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്. അപ്പം കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് കാൾ പിയേഴ്സൺസ് കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ ആണ് കേട്ടോ. റാങ്ക് കോറിലേഷൻ ആണ് സ്പിയർമാൻ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പറയാനുള്ളത്. മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ മുതൽ തുടങ്ങാം കേട്ടോ. ശ്രദ്ധിക്കുക. ആദ്യം കാൾ പിയേഴ്സൺസ് കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കാൾ പിയേഴ്സൺസ് കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ആർ ആണ് കേട്ടോ. R is equal to, small letter R is equal to n sigma xy minus sigma x into sigma y divided by root of n sigma x square minus sigma x whole square root of n sigma y square minus sigma y whole square. ഈ സമവാക്യം കാണുമ്പോൾ വളരെ പേടിയായിട്ട് തോന്നാം. വളരെ വലിയ സമവാക്യം തോന്നാം. വളരെ സിമ്പിളാണ്. നമുക്ക് ഒന്നും ചെയ്യാനില്ല. എളുപ്പത്തിൽ കണക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇത്. അപ്പോൾ R ഈസ് ഈക്വൽ ടു, R എന്ന് പറഞ്ഞാൽ കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണാനുള്ളതാണ്. R സ്മോൾ ലെറ്റർ R ആണ് ഇവിടെ കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ R ഈസ് ഈക്വൽ ടു, R എന്ന് പറയുന്നത് n സിഗ്മ എക്സ്, സിഗ്മ എന്ന് പറഞ്ഞാൽ n എന്ന് പറഞ്ഞാൽ നമ്പർ. നമുക്ക് എത്ര നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ആ നമ്പറിനെയാണ് n എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിഗ്മ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എക്സ് ഇൻറ്റു വൈ കാണും. നമ്മളെ കണക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. ആ എക്സ് ഇൻറ്റു വൈ കണ്ടിട്ട് അതിൻ്റെ ടോട്ടലിനെയാണ് സിഗ്മ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ റൂട്ട് ഓഫ് n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ സമവാക്യം. സിമ്പിളാണ്, കണക്ക് ചെയ്യാൻ എളുപ്പത്തിൽ കിട്ടും. അപ്പം ഒന്നുകൂടിയും വായിക്കാം. R ഈസ് ഈക്വൽ ടു n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ റൂട്ട് ഓഫ് n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. ഇത്രയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കാണാനുള്ള സമവാക്യം. അപ്പോൾ ഇതെല്ലാവരും നോട്ട്ബുക്കിൽ പകർത്തി വെക്കണം കേട്ടോ. നോട്ടിൽ എഴുതി വെക്കണം. എന്നിട്ട് വേണം നമുക്ക് കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഇന്ന് കണക്ക് ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ അത് കാരണം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാണ് കണക്ക് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു തരാം. അപ്പം ഇന്ന് നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇപ്പം ഈ പീരീഡ് ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മൾ ഏതൊക്കെ ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 5 മൊഡ്യൂളുകൾ പറഞ്ഞു അല്ലേ. ആദ്യം ക്യൂട്ടിയുടെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ പറഞ്ഞു. പിന്നെ റിഗ്രഷൻ ആൻഡ് അനാലിസിസ് ആണ് സെക്കൻഡ് മൊഡ്യൂൾ പറഞ്ഞത് അല്ലേ. തേർഡ് വൺ പ്രോബബിലിറ്റി, പിന്നെ ഫോർത്ത് വൺ ഡിസ്ട്രിബ്യൂഷൻസ് അല്ലേ. പിന്നെ ഇത് ബൈനോമിയൽ പോയിസോൺ, പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ ഹൈപ്പോത്തിസിസ്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മൊഡ്യൂളുകൾ അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് റിഗ്രഷൻ അല്ല, കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ അനാലിസിസ്
എന്ന് പറഞ്ഞ മൊഡ്യൂൾ, സെക്കൻഡ് മൊഡ്യൂളാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ. അപ്പോൾ കോറിലേഷൻ എന്താണ് എന്ന് പറഞ്ഞു തന്നു. കോറിലേഷൻ റെഫേഴ്സ് ടു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു വേരിയബിൾസ്, രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് കോറിലേഷൻ. പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് കോറിലേഷൻ പറഞ്ഞു, പോസിറ്റീവ് ഓർ നെഗറ്റീവ് കോറിലേഷൻ. പിന്നെ ഇതാ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന രണ്ടാമത്തെ കോറിലേഷൻ ലീനിയർ ഓർ നോൺ ലീനിയർ, സിമ്പിൾ, പാർഷ്യൽ ഓർ മൾട്ടിപ്പിൾ കോറിലേഷൻ. പിന്നെ മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിൽ നമുക്ക് പഠിക്കാനുള്ളത് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ എന്നുള്ള മെത്തേഡാണ് പഠിക്കാനുള്ളത്. അതിൽ മൂന്നാളുടെ മെത്തേഡാണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ, പിന്നെ കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. അങ്ങനെ മൂന്നെണ്ണമാണ് നമുക്ക് ഈ കോറിലേഷൻ. ഇതാണ് എടുത്തു കഴിഞ്ഞാൽ കോറിലേഷൻ എന്നുള്ള ടോപ്പിക്കാണ് കഴിഞ്ഞു. സിമ്പിളാണ്, അപ്പോൾ ബുദ്ധിമുട്ടില്ല. അത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, കോറിലേഷനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സ്മോൾ ലെറ്റർ ആർ ആണ് അല്ലേ. ആർ ഈസ് ഈക്വൽ ടു എൻ സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ റൂട്ട് ഓഫ് എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. കേട്ടോ, ഇത്രയും ഈ ഇക്വേഷൻ അടുത്ത ക്ലാസ്സിലേക്ക് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്കത് വേഗം കറക്റ്റായിട്ട് കണക്ക് വേഗത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ക്യൂട്ടിയുടെ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും നിർബന്ധമായിട്ടും വാങ്ങിക്കുക. ഞാൻ എടുക്കുന്നത് എല്ലാവർക്കും ഒറ്റിയുടെ ക്യൂട്ടി ഒരുവിധം എല്ലാവരും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആ ബുക്ക് നോക്കിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും നിർബന്ധമായിട്ടും വാങ്ങിക്കുക കേട്ടോ. ഓക്കെ, ശരി.